നമുക്ക് ഒരുപാട് PDF ഫയലുകൾ വരും. അതിപ്പോൾ വാട്സപ്പ് കൂടിയായാലും മെയിലിൽ കൂടിയായാലും ഒക്കെ വരും. നമ്മളിപ്പോൾ വാട്സപ്പിൽ വന്ന ഒരു PDF ഫയൽ അത് ഓപ്പൺ ചെയ്താൽ പിന്നെ എവിടെയാണ് ഉണ്ടാകുക? അത് ഓപ്പൺ ചെയ്ത് നമ്മൾ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ആക്കി പിന്നെ വേണമെങ്കിൽ എവിടെയാണ് ഉണ്ടാകുക? നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഫയൽ സൈസ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ക്ലാരിറ്റി കുറയാണ്ട് കിട്ടുക, ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് PDF ആയിട്ട് അയക്കുന്നത്. നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് നോക്കിയ PDF എവിടെ ഉണ്ടാവുക? നമ്മളിപ്പം വാട്സപ്പിൽ നിന്നൊരു PDF വന്ന് അത് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നേരം ഏതെങ്കിലും ഒരു PDF റീഡർ ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാനാവും. ഫോണിൽ ഡീഫാൾട്ടായിട്ട് ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. ഡ്രൈവ് കൂടെ ഓപ്പൺ ചെയ്യുക. ഏത് PDF ഫയലും ഗൂഗിൾ ഡ്രൈവ് കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാനും അത് റീഡ് ചെയ്യാനും ആവും. അപ്പം ഗൂഗിൾ ഡ്രൈവ് കൂടെ നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇനി ഇത് എവിടെ കാണും? അതിന് നമുക്ക് എന്ത് ചെയ്യുക? അതെവിടെയാന്ന് നോക്കുക. നിങ്ങളുടെ ഫോണിൽ ഡീഫാൾട്ടായിട്ടുള്ളൊരു ഫയൽ മാനേജർ ഉണ്ടാവും. നമ്മളെ ഫയലുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഫയൽസെന്നോ ഫയൽ മാനേജറെന്നോ അങ്ങനെ എന്തെങ്കിലും പേരിൽ ഒരു ഫയൽ മാനേജർ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് വന്ന PDF-ന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ആ പേരൊന്ന് സെർച്ച് ചെയ്താൽ മതി. അഥവാ പേരില്ലെങ്കിൽ ഏത് PDF-ൻ്റെയും കൂടെ PDF എന്നുണ്ടാവും. അതുകൊണ്ട് PDF എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വെറും PDF എന്ന് മാത്രമാണ് സെർച്ച് ചെയ്യുന്നത്. PDF എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ PDF അവിടെ വരും. അതിൽ നമുക്ക് ഏത് PDF ഏത് ഡേറ്റിൽ വന്ന ഏത് PDF ആണോ അത് ഡേറ്റും ഫയൽ സൈസും ഒക്കെ ഉണ്ടാകും. അതിൽ ആ PDF നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അത് അവിടെ നിന്ന് ഷെയർ ചെയ്യാനും ആവും, നമുക്ക് കാണാനും ആവും, ഒക്കെ ചെയ്യാം ഉപയോഗിക്കാനാവും. ഇനിയിപ്പോൾ ഇത് നിങ്ങളെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാണ്ട് സൂക്ഷിച്ച് വെക്കണം. അതിനെന്ത് ചെയ്യുക? ഒന്ന് ലോങ് പ്രസ് ചെയ്യുക, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ അതിൻ്റെ PDF-ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരു പേര് കൊടുക്കണേ അത് കൊടുക്കുക. പിന്നെ ഒരു പുതിയൊരു ഫോൾഡർ വേണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഫോൾഡർ മതിയെങ്കിൽ അതും നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതവിടെ മേലെ അപ്ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, മേലെ അപ്ലോഡ് ബട്ടൺ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫയൽ ആ PDF ഫയൽ ഗൂഗിൾ ഡ്രൈവിൽ സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ടാവും. ഏത് മെയിൽ ID-യിലാണോ അത് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് സേവ് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഏത് സമയം എടുക്കാനാവും. സംഭവം തിരിഞ്ഞോ? ആർക്കറിയാം. ഇതിനെ കൊണ്ടല്ല ആര് കളിക്കുന്നില്ലേ? എന്തായാലും തിരിഞ്ഞൊരിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. അപ്പോൾ PDF എവിടെ ഉണ്ടാകാമെന്ന് ഇനി നോക്കി നടക്കണ്ട കേട്ടോ. സംഭവം തീർന്നില്ലേ? നിങ്ങൾക്ക് ഇത് ഉപകാരമുണ്ടെങ്കിൽ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മേപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.